തുളുവനാടെന്നും തുളുനാടെന്നും അറിയപ്പെടുന്ന മാംഗ്ലൂർ, മംഗലാപുരം. മംഗലാപുരത്തെ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തു വരികയാണ് മോക്ഷ. പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങളും പ്രത്യേകമായി തന്നെ വീഡിയോ ചെയ്തു. കദ്രി മഞ്ജുനാഥ ക്ഷേത്രം, കട്ടിയിൽ ദുർഗാ പരമേശ്വരി, പൊലാലി രാജരാജേശ്വരി എന്നിവ. എന്നാൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ടതായ ചില ക്ഷേത്രങ്ങളെ ഒരുമിച്ച്, ഒരു 3 ക്ഷേത്രങ്ങളെ ഒരുമിച്ച് പറയുകയാണ് ഇന്ന്. അതിൽ ആദ്യമായും കണ്ടിരിക്കേണ്ട ക്ഷേത്രം ഷരാവു ഗണപതി ക്ഷേത്രമാണ്. ഗണപതി ക്ഷേത്രം എപ്പോഴും വിഘ്നങ്ങൾക്ക് അറുതി വരുത്തുവാൻ ആദ്യം കാണേണ്ട ക്ഷേത്രം തന്നെയാണല്ലോ. അപ്പോൾ മാംഗ്ലൂർ നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെ കാണുവാനുള്ള യാത്രയിൽ നമ്മൾ ആദ്യം കാണുന്നത് ഷരാവു ഗണപതി ക്ഷേത്രം. ആ ക്ഷേത്രത്തിന് നേരെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത്. ഗണപതി രൂപത്തെ കാണാം. ഒപ്പം തന്നെ മധ്യത്തിലായി നമുക്ക് ഗോപുരങ്ങളിൽ ദ്വാരപാലകരെ കാണാം. അതിഗംഭീരമായ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം പോലെ ഇവിടെ പ്രധാന മൂർത്തി മഹാദേവനാണ്. ഗണപതി സാന്നിധ്യം പിന്നീട് വന്നു ചേർന്നതാണ്. ആ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഒക്കെ മനസ്സിലാക്കാനായി നമുക്ക് ക്ഷേത്രത്തിനകത്തെ കാഴ്ചകളിലേക്ക് കടക്കാം. ഷരാവു ക്ഷേത്രഭൂമിയിലേക്ക് എത്തുമ്പോൾ പറഞ്ഞുവല്ലോ, മഹാദേവനാണ് ഇവിടെ പ്രധാന മൂർത്തിയെന്ന്. അതുകൊണ്ട് തന്നെ പ്രധാന നട കടന്ന് നേരെ എത്തുന്നത് മഹാദേവന് തിരുമുന്നിലാണ്. മഹാദേവ സാന്നിധ്യം വന്നതിന് പിന്നിലെ ഐതിഹ്യങ്ങളും നമുക്ക് പറയേണ്ടതുണ്ട്. ഈ ഷരാവു എന്ന നാമത്തിന് പിന്നിൽ പോലും ശരം എന്നുള്ള വാക്കാണ് ഉള്ളത്. തുളുവനാടിലെ രാജാവായിരുന്ന മഹാരാജാവായിരുന്ന വീരബാഹു എന്ന രാജാവ് ഒരിക്കൽ അറിയാതെ അബദ്ധധാരണയാൽ അമ്പെയ്ത് ഒരു പശുവിനെ കൊല്ലുകയാണ്. പുലിയാണ് എന്ന് കരുതിയിട്ടാണ് അമ്പെയ്തത്. പക്ഷേ പശു മരിക്കുകയാണ്. അപ്പോൾ ഗോഹത്യാ പാപം തീർക്കുന്നതിന് എന്താണ് വഴി എന്ന് അന്വേഷിക്കുകയും ഭരദ്വജ മുനിയുടെ ഉപദേശത്താൽ ഇവിടെ ഒരു ശിവക്ഷേത്രം, ശിവ ആരാധന നടത്തിയാൽ മതിയെന്ന് പറയുകയും അങ്ങനെ ശരത്താൽ പശുവിനെ അറിയാതെ കൊന്നുപോയ പാപം തീർക്കുവാൻ വേണ്ടിയിട്ട് ആ മഹാരാജൻ പണികഴിപ്പിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥന നടത്തിയ ശിവലിംഗം, ആ ശിവലിംഗം ശരേശ്വരൻ എന്നും ശരഭേശ്വരൻ എന്നും അറിഞ്ഞു എന്നുള്ളതാണ് ചരിത്രം. അങ്ങനെയുള്ള ശരേശ്വരൻ അഥവാ ശരഭേശ്വരനാണ് ഇവിടെ മഹാദേവനായി നിലകൊള്ളുന്നത്. കർണാടകയിലെ ക്ഷേത്രങ്ങളുടെ ഒരു വലിയ പ്രത്യേകത, ഇവിടെ നമുക്ക് ശിവലിംഗം കാണാനാകുമെങ്കിലും അധിക സമയവും ഗോളക ചാർത്തിയിട്ടാണ് ഉണ്ടാവുക. അതുപോലെ ശിവലിംഗത്തിന് മുകളിൽ 5 തല നാഗം തലയുയർത്തി നിൽക്കുന്നത് കാണാം. ഇപ്പോൾ വെള്ളി ഗോളക ചാർത്തിയ രീതിയിൽ ആണ് നമുക്ക് കാണുന്നത്. ഗംഭീര ഭാവത്തോടു കൂടി മീശയോട് കൂടിയിട്ടുള്ള മഹാദേവൻ്റെ തിരുമുഖമാണ് ചാർത്തിയിരിക്കുന്നത്. ആകെ ശിവലിംഗത്തെ മൂടിയിട്ടുള്ള ഗോളകയാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള മഹാദേവനെ ശരേശ്വരനായി അല്ലെങ്കിൽ ശരഭേശ്വരനായി കാണുമ്പോൾ ആരാണ് ശരഭേശ്വരൻ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണ്ടേ. ഏതായാലും ഇവിടുത്തെ ദർശനം നമുക്ക് ഈ ഒരു ഷരാവു മഹാഗണപതി ക്ഷേത്രത്തിലെ മഹാദേവന്റെ ദർശനം സകലവിധ പുണ്യവും നമുക്ക് നൽകട്ടെ. ഓം നമഃ ശിവായ. ജന്മജ ദുഃഖ വിനാശകലിംഗം തത്പ്രണമാമി സദാ ശിവലിംഗം. ശരഭേശ്വരൻ എന്ന മഹാദേവന് രൂപം വരുന്നതിന്, ഭാവം വരുന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. നരസിംഹമൂർത്തി ഉഗ്രഭാവത്തിൽ നിൽക്കുമ്പോൾ ആ ഉഗ്രഭാവത്തെ ശമിപ്പിക്കാൻ എന്താണ് വഴി എന്ന് ചിന്തിച്ച് നിൽക്കുകയും അപ്പോൾ ആ ഉഗ്രഭാവത്തെ ശമിപ്പിക്കുവാൻ അതിലും ഘോരമായൊരു രൂപം മഹാദേവൻ സ്വീകരിക്കുകയും ചെയ്തുവെന്നും അതൊരു ഏകദേശം പക്ഷിയുടെയും മൃഗങ്ങളുടെയും എല്ലാം രൂപം ഒത്തുചേർന്ന ഒരു പ്രത്യേക രൂപമായിരുന്നു. അതാണ് ശരഭം എന്നുമാണ് പറയപ്പെടാറ്. അതുകൊണ്ട് തന്നെ മഹാദേവൻ്റെ രൂപങ്ങളിൽ ഒരു അവതാര സ്വരൂപമായിട്ടാണ് ശരഭേശ്വരനെ കുറിച്ച് പറയാറ്. ആ ശരഭേശ്വരനെ തന്നെ ആവും ഒരു പക്ഷേ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഐതിഹ്യം ഈ ശരവുമായി ബന്ധപ്പെടുത്തി വന്നു എന്നേ ഉണ്ടാവുള്ളൂ. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ഇവിടെ ഇപ്പോൾ ക്ഷേത്രം ഒരു പുതുക്കിപ്പണിത രീതിയിലാണ് നമ്മൾ കാണുന്നത്. തടിയിൽ തീർത്ത് അതിഗംഭീരമായിട്ടുള്ള ഒരു നിർമ്മാണ രീതി. കേരളത്തിൻ്റെതുമായി സമാനതകളുണ്ടെങ്കിലും കേരളത്തിൻ്റെ ഓരോ സൂക്ഷ്മമായി പരിശോധിച്ചാൽ എല്ലാം വ്യത്യസ്തമാണെന്ന് കാണാം. നമസ്കാര മണ്ഡപത്തിൻ്റെ മുകൾ തട്ടിലെ അലങ്കാരങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. ദ്വാരപാലകരായാലും ഇവിടെ ദ്വാരപാലകർക്ക് പകരം നമുക്ക് ദീപലക്ഷ്മിമാരെയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു വശത്തായി നമുക്ക് ഈ കാണുന്ന ചിത്രം, ഇത് ശരഭേശ്വര സ്വരൂപത്തെക്കുറിച്ച്, ആ ഐതിഹ്യത്തെക്കുറിച്ച് ഏകദേശം പറയുന്നുണ്ട്. ഇവിടുത്തെ താഴെയായി നരസിംഹമൂർത്തി ഉണ്ട്. അപ്പോൾ നരസിംഹമൂർത്തിയുടെ ഉഗ്രഭാവത്തെ കുറയ്ക്കണമെങ്കിൽ നരസിംഹമൂർത്തിയിലേക്ക് ഭയം വരണം എന്ന് കരുതി നരസിംഹമൂർത്തിയെ പോലും ഭയപ്പെടുത്താവുന്ന രീതിയിൽ, കീഴ്പ്പെടുത്താവുന്ന രീതിയിലാണ് ശരഭമൂർത്തി അവതരിച്ചതെന്നും നരസിംഹമൂർത്തിയും ശരഭമൂർത്തിയുമായി ഒരു യുദ്ധം നടക്കുന്നുണ്ട് എന്നും ഒക്കെ ഐതിഹ്യമുണ്ട്.
ഇത് രണ്ടും ഒന്ന് എന്ന് കരുതുന്നത്, അതായത് ശിവനും വിഷ്ണുവും ഒന്ന് എന്ന് കരുതുന്നവർക്ക് ഇതിൻ്റെയൊക്കെ ഊർജ്ജത്തെ അല്ലെങ്കിൽ തത്വത്തെ മറ്റൊരു തരത്തിൽ മനസ്സിലാക്കാനാകും. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് വൈഷ്ണവ തത്വങ്ങളായാലും ശിവതത്വങ്ങളായാലും തുല്യ പ്രാധാന്യത്തോടു കൂടി ഉള്ളതാണ്. ആർക്കും ആരെയും കീഴ്പ്പെടുത്താനാകില്ല, ആർക്കും ആരെയും ജയിക്കുവാനും ആകില്ല, അതാണ് സത്യം. എന്നാലും ഈ ശരഭമൂർത്തിയുടെ ഐതിഹ്യം പറയുമ്പോൾ ഇങ്ങനെ നമുക്കൊരു രൂപം കാണാം. ഇവിടെ നമുക്ക് കാണാം നരസിംഹമൂർത്തിയെ ഭയപ്പെടുത്തില്ല, നരസിംഹമൂർത്തിയുടെ ഉടലിലേക്ക് കാല് വെച്ച് നിൽക്കുന്ന രീതിയിൽ പ്രത്യേകമായ പുലിയുടെ കാലോടുകൂടി കുതിരയുടെ ഉടലോടുകൂടി നരസിംഹമൂർത്തിയുടെ തന്നെ മുഖത്തോടു കൂടിയിട്ടുള്ള രൂപം, മാനും മഴവും ഏന്തിയിരിക്കുന്നത് കൊണ്ടാണ് ഇത് ശരഭമൂർത്തിയായ മഹാദേവൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ശരഭമൂർത്തിയെ നരസിംഹമൂർത്തിയുടെ തന്നെ മുഖസ്വരൂപത്തിലും ആലേഖനം ചെയ്യാറുണ്ട് എന്നുള്ളത് ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. പക്ഷിയുടെ രൂപത്തിലാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഏതായാലും ശരഭമൂർത്തി എന്നത് ആ നരസിംഹമൂർത്തിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യവുമായി ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് തന്നെയാണ് എന്നും ഇവിടുത്തെ മഹാദേവൻ അങ്ങനെയുള്ള രൂപത്തിൽ തന്നെയാണ് ഉള്ളത് എന്നും മനസ്സിലാക്കാൻ ഈ ഒരു ദാരുരൂപം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ ദാരുരൂപം മാത്രമല്ല, ഇവിടുത്തെ ഓരോ ദാരുരൂപത്തിനും പ്രത്യേകതയുണ്ട്. കൽപ്പവൃക്ഷത്തിന് ചുവട്ടിൽ നമ്മൾ സാധാരണ ദക്ഷിണാമൂർത്തിയാണ് കാണാറ്. എന്നാൽ ഇവിടെ അമ്പും വില്ലും ആയുധങ്ങളും ഏന്തിയിട്ടുള്ള ഒരു മഹാദേവ സ്വരൂപം കൽപ്പവൃക്ഷത്തിന് ചുവട്ടിലിരിക്കുന്നതായിട്ട് കാണാം. പിന്നെ സുബ്രഹ്മണ്യനും മറ്റെല്ലാ മൂർത്തികളും ഈ ശ്രീകോവിലിനെ മനോഹരമായി അലങ്കരിക്കുന്നുണ്ട്. മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഷ്ടിച്ച് 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഷരാവു ക്ഷേത്രത്തിലേക്ക്. ഷരാവു മഹാഗണപതി ക്ഷേത്രം എന്ന അന്വേഷിച്ചാലേ നമുക്ക് ഇവിടേക്ക് എത്താനാവുള്ളൂ. ഷരാവു മഹാഗണപതി ക്ഷേത്രം എന്നറിയപ്പെടുകയും എന്നാൽ ഇവിടെ വരുമ്പോൾ നമ്മൾ ശരഭമൂർത്തിയായ മഹാദേവനെ തൊഴുകയും ചെയ്തല്ലോ. ഈ ക്ഷേത്രം തുളുവ രാജാവായ വീരബാഹുവാണ് നിർമ്മിച്ചതെന്ന് പറഞ്ഞു. കാലം കുറേ കഴിഞ്ഞ് ഇവിടെ ആരാധനകൾ നടക്കുന്ന സമയത്ത് ഒരിക്കൽ ഇവിടുത്തെ തെക്കുവശത്തെ മതിലിലായി ഗണപതി രൂപം 10 കൈകളോട് കൂടിയിട്ടുള്ള ഗണപതി രൂപം തെളിഞ്ഞു വരികയാണ് ഉണ്ടായത്. ശക്തഭാവത്തുള്ള ഗണപതി സ്വരൂപം ഇങ്ങനെ തെളിഞ്ഞു വന്നതിന് ശേഷമാണ് ഇവിടെ മഹാഗണപതിയുടെ ഉപാസന തുടങ്ങിയതും ഗണപതി ഹോമം ഉൾപ്പെടെയുള്ള ഗംഭീരമായിട്ടുള്ള ആരാധനകൾ തുടങ്ങുകയും കാലക്രമത്തിൽ മഹാഗണപതിക്ക് പ്രാധാന്യം കൂടി വരികയും ചെയ്തത്. ഇന്നും ദശഭുജനായിട്ടുള്ള ഗണപതിയുടെ സാന്നിധ്യം ഇവിടെ സങ്കല്പിക്കുന്നു. ഒപ്പം ലക്ഷ്മി ഗണപതിയാണ് ഇവിടെ നിലകൊള്ളുന്നത് എന്നുള്ള രീതിയിലാണ് ആരാധനകളുള്ളത്. നമ്മളുടെ കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങൾ നമുക്ക് ഇതുപോലെ തന്നെ ഗണപതി സ്വരൂപം തെളിഞ്ഞു വന്നതായി, ചിത്രം തെളിഞ്ഞു വന്നതായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യാനൂർ മഹാഗണപതി ക്ഷേത്രത്തിലൊക്കെ ഇത്തരത്തിലുള്ള ഐതിഹ്യമാണ് ഉള്ളത്. മഹാദേവൻ്റെയാണ് പ്രധാന മൂർത്തി സ്വരൂപം, എന്നാൽ പിന്നീട് ഗണപതി സാന്നിധ്യം വന്നതായിട്ട്. ഇന്ത്യാനൂരിൽ മഹാദേവൻ മാത്രമല്ല പരിവാരം, മഹാദേവനും പാർവതിയും സുബ്രഹ്മണ്യനും ഒപ്പമുള്ള വിഗ്രഹമാണ്. അവിടേക്ക് ഗണപതി ചിത്രം തെളിഞ്ഞു വന്നതാണ്. അപ്പോൾ ക്ഷേത്രം പ്രധാനം കിഴക്കേ നടയിലേക്ക് ഇരിക്കുകയും തെക്കുവശത്തായി മഹാഗണപതിയുടെ സാന്നിധ്യം തെളിഞ്ഞു വരികയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഉപാസന കൊണ്ടാണ്. ഇവിടുത്തെ പൂജാരിമാരുടെ ഉപാസന ശക്തമാകുമ്പോഴാണ് അത്തരത്തിലൊരു ഗണപതി സാന്നിധ്യം തെളിഞ്ഞു വരുന്നത്. അങ്ങനെ തെളിഞ്ഞു വന്ന ദശഭുജ ഗണപതിയാണ് ഷരാവോ മഹാഗണപതി ക്ഷേത്രത്തിൽ നിലകൊള്ളുന്നത്. ആ ശ്രീകോവിലിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. Moksha, Journey to the Self.